സർക്കാർ ഗവർണർ പോര് ഇനിയുണ്ടാവില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണിത പ്രജ്ഞനാണ്. തർക്കം പരിഹരിക്കാൻ സർക്കാരിനും ഗവർണർക്കുമാകും. തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്നത് ശരിയല്ലെന്നും സ്പീക്കർ കൊച്ചിയിൽ പറഞ്ഞു. ഒരു വിദ്യാർത്ഥികളും ഒരു ഗവർണർ പദവിയിരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നടത്തേണ്ട സ്ഥലമല്ല കേരളം. അതോടൊപ്പം തന്നെ പേഷ്യൻസ് കാണിച്ചവരെ എല്ലാത്തിലും വിജയിച്ചിട്ടുള്ളൂ. പേഷ്യൻസ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ്. സ്പീക്കർക്ക് ഏതെങ്കിലും തരത്തിലൊരു മീഡിയേറ്റർ ആവാൻ ഒരു ഇഷ്യൂ തീർക്കാൻ അല്ല, ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. ഗവൺമെൻറ്റിന് തന്നെ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹവും ഗവർണറും വളരെ പരിണിതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല, പരിഹരിക്കപ്പെടും. മുസിനാസുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. മുസിന, സർക്കാർ ഗവർണർ പോര് തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരാൾ ഇത്തരത്തിലൊരു സമവായത്തിന്റെ അല്ലെങ്കിൽ പക്വതയാർന്ന വാക്കുകൾ പറയുന്നത്. സ്പീക്കർ എൻ ഷംസീർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജിൽസി, നമുക്കറിയാം നേരത്തെ SFI സമരവുമായി ബന്ധപ്പെട്ട് SFI ന്യായീകരിച്ചുകൊണ്ടാണ് നേരത്തെ സ്പീക്കർ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ വിപരീതമായി ഇത്തരത്തിലൊരു തെരുവ് യുദ്ധം അത് നല്ല കാര്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഗവർണർ പരിണിതപ്രജ്ഞനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ ഗവർണർ പോര് ഇനി ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. അത്തരം തർക്കങ്ങൾ, അതായത് സർക്കാരും ഗവർണറും തമ്മിൽ കാലങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് അതിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വന്ന് തെരുവ് SFI സമരം ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ തന്നെ മിഠായി തെരുവിലടക്കം ഇറങ്ങി നടന്ന ഒരു സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവാതിരിക്കാൻ സർക്കാരും ഗവർണറും തമ്മിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. തെരുവ് യുദ്ധം നടത്താനുള്ള സ്ഥലമല്ല കേരളം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും നേരത്തെ SFI അവരുടെ പ്രതിഷേധത്തെ ന്യായീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മുസിനാസുവാണ് വിവരങ്ങൾ നൽകിയത്. പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടാണ് മിഠായി തെരുവിൽ ഗവർണർ ഇറങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ ഇറങ്ങിയത്. അതെന്താണെന്ന് ഗവർണർ തന്നെ പറയട്ടെ. ഗവർണർ സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞാലും കേരള പോലീസ് സുരക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇറങ്ങിയത് സാധാരണ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. അപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തന്റെ നടപടിയിലൂടെ